തിരുവനന്തപുരത്ത് പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിന്റെ നാടിന്റെ കണ്ണീർ വിട. ചിറയൻകീഴിലെ വീട്ടുവളപ്പിൽ ദിക്ഷലിന്റെ സംസ്കാരം നടന്നു. അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം കിടന്നുറങ്ങുമ്പോഴാണ് കുട്ടിയെ പാമ്പ് കടിച്ചത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിശോധനയിൽ പാമ്പ് കടിയേറ്റതാണെന്ന് തിരിച്ചറിയാത്തതിനാൽ ആന്റിവെനം ആശുപത്രി അധികൃതർ നൽകിയില്ല. പിന്നീട് അസ്വസ്ഥത കൂടിയതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനിടെയാണ് കുട്ടി മരിച്ചത്. ചികിത്സ വൈകിയതാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. എന്താണോ ഇങ്ങനെ ചെന്നപ്പോൾ പാമ്പ് കടിച്ചതാണോ എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഒന്നും കാണിച്ചില്ല അവർ. അത് കൺഫേം ആക്കാതെ അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിവാക്കാനാണ് നോക്കി. ചിലപ്പോൾ അവർ ഇമ്പോർട്ടൻ്റ് കൊടുത്തെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൊച്ചു പോകില്ലായിരുന്നു തോന്നുന്നു. കാരണം വരുന്ന വഴിയിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ അവർ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒന്നും കാണിച്ചില്ല. ഡോക്ടർ എന്നെ എന്തോ മാറി നിൽക്കുന്നതാണ് ഒരു ഫീലായിരുന്നു എനിക്ക്. നമ്മളെ കുട്ടീനെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ വന്ന് കൊച്ചിനെ കൈ പിടിച്ച് നോക്കി എന്താണ് അങ്ങനെയൊന്നും തോന്നി അങ്ങനെയും ചെയ്തിട്ടില്ല. ഡോക്ടർ മാറി നിൽക്കുകയായിരുന്നു. ഒരു സിസ്റ്റർ മാത്രമാണ് കൊച്ചിനെ തട്ടയും പിടിക്കുകയൊക്കെ ചെയ്തത് കൊച്ചു വെപ്പാടൊക്കെ കാണിച്ചപ്പോൾ. അതേസമയം കുട്ടിയുടെ മരണത്തിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനോട് DMO റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അടിയന്തരമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സൂപ്രണ്ടിന്റെ രാജി ആവശ്യപ്പെട്ട് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസും BJPയും മാർച്ച് നടത്തി. രക്തപരിശോധനാ ഫലം നെഗറ്റീവ് ആയതിനാലാണ് ആന്റിവെനം നൽകാതിരുന്നത് എന്നതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഉയരുന്നതിനിടെ എല്ലാ ആശുപത്രികളും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. പാമ്പുകൾ കയറാതിരിക്കാൻ വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രത്യേക ശ്രദ്ധ വേണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ആഷിഖ്, വളരെ ദാരുണമായ ഒരു സംഭവമാണ്. കാരണം ആ കുട്ടി പാമ്പ് കടിയേറ്റ് കരഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റത്. കുടുംബം അത് ആ ഒരു സംശയത്തിൽ തന്നെയാണ് ആശുപത്രിയിലേക്ക് എടുത്തോടിയത്. രാത്രിയിൽ എത്തിച്ചിട്ട് പോലും ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് ഒന്ന് പരിഗണിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. ഈ ടെസ്റ്റ് നടത്തിയെന്ന് പറയുന്നു, പക്ഷേ ഈ സംശയം അവിടെ ഉണ്ടായിരുന്നു. കുടുംബം അത് അറിയിച്ചു, പക്ഷേ എന്നിട്ട് പോലും ആ കുട്ടിക്ക് ആന്റിവെനം നൽകിയില്ല. ആന്റിവെനം അവിടെ ഉണ്ടായിരുന്നു എന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് അവിടെയുള്ള ഒരു ചികിത്സാ പിഴവ് ഉണ്ട് എന്ന തരത്തിലേക്ക് ഒരു സംശയം ഉയരുന്നത്. എന്തായാലും ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കുടുംബത്തിന് നഷ്ടമായത് അവരുടെ പ്രതീക്ഷയായ ഒരു കുഞ്ഞിനെയാണ്. രുചിഷ ചിറയൻകീഴ് അഴിയൂരിൽ ദിലീപ് അനു ദമ്പതികളുടെ മകനായ ദിക്ഷലാണ് ഇന്ന് ഇത്തരത്തിൽ ദാരുണമായി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രുചിഷ പറഞ്ഞ പോലെ തന്നെ കിടന്നുറങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ എന്തോ കടിച്ചു എന്ന ഒരു തോന്നലിൽ പെട്ടെന്ന് ചാടി എണീറ്റുകൊണ്ട് ഈ കുട്ടി വീട്ടുകാരോട് പറയുന്നത്. ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ആശുപത്രിക്ക് പ്രാഥമികമായി ഇത് പാമ്പ് കടിയേറ്റതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ആന്റിവെനവും നൽകാൻ കഴിഞ്ഞില്ല. പിന്നീട് മെഡിക്കൽ കോളേജിൽ പോയ സമയത്താണ് മരണപ്പെടുന്നത്. ഈ വീടിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. കാരണം ഈ വീട്ടിൽ ഇത്തരത്തിൽ പ്രാഥമികമായ ഒരു വീട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല വീടുള്ളത്. കാരണം വീടിൻ്റെ അടിയിൽ കൂടി കൃത്യമായി ഒരു പാമ്പിനടക്കം കടന്നു വരാൻ സാഹചര്യത്തിൽ കൃത്യമായ ഗ്യാപ്പുകളുണ്ട്. അതായത് വീട് നല്ലൊരു വീടില്ല എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായ പ്രശ്നം. അങ്ങനെയാണ് ഒരു മൂർഖൻ പാമ്പ് ആ വീട്ടിനുള്ളിലേക്ക് കയറി ആ കുട്ടിയെ ദിക്ഷലിലേക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശേഷം നമ്മളിനി ആശുപത്രിയിലേക്ക് വന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 2:45 കാഷ്വാലിറ്റി കുട്ടി എത്തിയ സമയത്ത് വീട്ടുകാർ ഇത്തരത്തിൽ എന്തോ കടിച്ചു എന്ന് വീട്ടുകാർ ഈ ആശുപത്രി അധികൃതരോട് പറയുന്നുണ്ട്. അത് പാമ്പ് കടിയാണ് എന്നൊരു സംശയവും അവർ ഉന്നയിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു, പിന്നെ നഴ്സും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവർ ഈ പരിശോധിച്ച സമയത്ത് ഈ പാട് കണ്ടെങ്കിൽ പോലും അത് പാമ്പ് കടിയേറ്റതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് കുറച്ച് പോയ സമയത്താണ് ഈ കുട്ടി തന്നെ ഇത്തരത്തിൽ തനിക്ക് കാഴ്ചകൾ രണ്ടായി കാണുന്നു. അതായത് പാമ്പ് കടിയേറ്റ ചില ലക്ഷണങ്ങൾ ഈ കുട്ടി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യണമായിരുന്നു. ആശുപത്രി അധികൃതർ അവിടുന്ന് ഈ പാമ്പ് കടിയേറ്റതാണോ എന്നൊരു ടെസ്റ്റ് നടത്തുന്നു. പക്ഷേ ടെസ്റ്റിൽ പാമ്പ് കടിയേറ്റതല്ല എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയത്. പിന്നീട് ഇത്തരത്തിൽ ഈ ആരോഗ്യസ്ഥിതി ഗുരുതരമായ സമയത്താണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും തുടർന്ന് അവിടെ മുന്നേ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും പ്രധാനം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. കാരണം ഈ ആന്റിവെനം നൽകി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരാൾക്ക് പാമ്പ് കടിയേറ്റതാണെന്ന് ഉറപ്പിക്കാതെ ആന്റിവെനം നൽകി കഴിഞ്ഞാലും അത് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അതിനാൽ തന്നെ ആശുപത്രി അധികൃതർ അത് ഉറപ്പിച്ച ശേഷം മാത്രമാണ് നൽകാൻ ശ്രമിച്ചത്. അതേസമയം തന്നെ കൃത്യമായി ഒരുപക്ഷെ കുറച്ചുകൂടി ജാഗരൂകരായി ഒരുപക്ഷെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ വീട്ടുകാരുടെ ആശങ്ക നമ്മൾ കാണണം. പ്രത്യേകിച്ച് ഡോക്ടർ പരിഗണിച്ചില്ല എന്നൊരു ആരോപണം അവർ പറയുന്നുണ്ട്. കാരണം നഴ്സാണ് ഈ കുട്ടിയെ പരിഗണിച്ചത്. പ്രത്യേകിച്ച് രാത്രിയിൽ എത്തിയ സമയത്ത് ഒരുപക്ഷെ വീട്ടിൽ എന്തെങ്കിലും കടിച്ചതാകും ഒരുപക്ഷെ ഈ ഡോക്ടറും കരുതിയിട്ടുണ്ടാകും. പക്ഷേ ഇത്തരത്തിൽ ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ കൃത്യമായി പരിഗണിക്കാത്തത് അവരെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട്. അത്തരത്തിൽ ഡോക്ടറും കൂടി പരിഗണിക്കേണ്ടതായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ആശുപത്രിയുടെ ഭാഗത്ത് നമുക്ക് ഒരു ഗുരുതര ചികിത്സാ പിഴവ് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആന്റിവെനം കൃത്യമായി പരിശോധിച്ച്
ഉറപ്പിച്ച ശേഷം മാത്രമേ ഈ ആൻറ്റിവനം ഒരാൾക്ക് നൽകാൻ കഴിയുള്ളൂ. അല്ലാതെ ഉറപ്പിക്കാൻ നൽകി കഴിഞ്ഞാൽ അത് ആ രോഗിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അത് തന്നെ ഈ ആൻറ്റിവനം ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റല്ലാതെ നൽകി കഴിഞ്ഞാൽ അത് ഒരുപക്ഷേ മരണത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സാധ്യതയുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു സീരിയസ് ആയിട്ടുള്ള ഒരു റിസ്ക് എടുക്കാതെയാണ് ആശുപത്രി അധികൃതർ അവിടെ തീരുമാനമെടുത്തത്. ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളും പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. അവർ പറയുന്നത് ആ സമയത്ത് അവിടെ ആൻറ്റിവനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകൾ പറയുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് ആൻറ്റിവനം നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ആൻറ്റിവനം ഉണ്ടായിരുന്നു എന്നൊരു കാര്യം സ്ഥിരീകരിക്കണം, അതായത് സൂപ്രണ്ട് ഉറപ്പ് നൽകണമെന്ന് ഇന്ന് വൈകിട്ട് പ്രതിഷേധം നടത്തിയ യുവജന സംഘടനകൾ പറയുന്നുണ്ട്. നാളെയും പ്രതിഷേധം ശക്തമാക്കുമെന്നും അവർ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് DMOയും ഇടപെട്ടിട്ടുണ്ട്. DMO ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആ ചികിത്സ നൽകാതെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാനുണ്ടായ സാഹചര്യം വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് DMO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു ചികിത്സാ പിഴവ് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. അത് കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ട് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. കാരണം ഇത്തരത്തിൽ ആൻറ്റിവനമാണ്, ഒരു പാമ്പ് കടിച്ചാണ്, അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ആൻറ്റിവനം നൽകാൻ കഴിയുള്ളൂ. പക്ഷേ ആശുപത്രി അധികൃതരും പറയുന്നത് അവിടെ ആന്റിവനം ഉണ്ടായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് എന്തായാലും ആരോഗ്യവകുപ്പ് തേടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന് എന്താകും ആശുപത്രി അധികൃതർ നൽകുന്ന മറുപടി എന്നതാണ് ഇനി അറിയേണ്ടത്.